പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്ന പുതിയ വിവരങ്ങളിൽ നിജസ്ഥിതി പരിശോധിക്കാൻ ആഭ്യന്തര വകുപ്പ്. ചിത്രം പുറത്തുവിട്ട സൈബർ വിദഗ്ധനിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിക്കും. സഹായം തേടി ഇന്റർപോളിനും കത്തു നൽകും. ഇപ്പോഴുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമെന്നും അന്വേഷണം നടക്കട്ടെയെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇനിയെങ്കിലും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട ചാക്കോയുടെ മകൻ ജിതിൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇന്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്, ഇത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ സംഭവമാണ്. 40 വർഷത്തോളമായി. ഇതെന്ത് പൂഴ്ത്താനാണുള്ളത്? ഏതായാലും അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു വരട്ടെ. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഏതൊരു മകനോ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് അപ്പനെ കൊന്ന ആളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവന് ഏറ്റവും വലിയൊരു ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇല്ല, ഞങ്ങളോടിപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരാരും ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളും ഈ വാർത്തകൾ കേട്ടുള്ള ഒരു അറിവ് മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. ഇത്രയും ഇതായിട്ടുള്ളൊരു വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. കാര്യം അവനെ നിയമത്തിൻ്റെ മുന്നിൽ സുകുമാരക്കുറുപ്പായിരിക്കും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതിൽ എന്താ പറയുക, എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും അതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നുള്ളതാണ്. ഇത്രയും നാളും ഉള്ളതുപോലെ ആയിരിക്കരുത് എന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അപേക്ഷ. ഇതൊക്കെ ഒരു അത്ര വലിയൊരു അത്ഭുതപ്പെടാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇതൊക്കെ ചെയ്യുന്ന ഒരു ആണല്ലോ പുള്ളിക്കാരൻ. അതുകൊണ്ടാണല്ലോ ഇത്രയും പ്ലാൻഡായിട്ട് ഇത്രയും വർഷം എല്ലാവരെയും കബളിപ്പിച്ച് നിൽക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയുക ഇത്രയും കൃത്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ സാധിച്ചതുമെല്ലാം അതിനുള്ളൊരു എന്താ പറയുക ഇതുണ്ടായിട്ടായിരിക്കുമല്ലോ പുള്ളിക്കാരൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം ഉണ്ടായതിനു ശേഷം എത്രയോ കാലങ്ങളിൽ വലിയ വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പലയിടങ്ങളിൽ കണ്ടു, ഇന്ത്യയിൽ പലയിടങ്ങളിൽ കണ്ടു, പുറത്ത് പലയിടങ്ങളിൽ കണ്ടു എന്നതിന് അപ്പുറത്തേക്ക് പിന്നീട് പക്ഷേ ആ കേസ് എവിടെയാണ് എന്ന് തെളിയിക്കപ്പെടാതെ പോവുകയാണ്. ഇതിനേക്കാൾ വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും എഴുതിയും കാണുന്നു. കൃത്യമായൊരു ലീഡുണ്ടോ ഈ പറഞ്ഞു കേൾക്കുന്നതിൽ? മാധു, പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും 4 പതിറ്റാണ്ടിലേറെ വട്ടം കറക്കുന്നയാളാണ് ഈ കുറ്റവാളിയായ സുകുമാരക്കുറുപ്പ്. ആ സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണുള്ളത് എന്ന് പോലും പോലീസിനോ ഒരാൾക്കും അറിയില്ല. അതേക്കുറിച്ച് പല ഘട്ടങ്ങളിൽ വരുന്ന അഭ്യൂഹങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തും, അതെവിടെയും എത്തില്ല, അവിടെ അന്വേഷണം അവസാനിപ്പിക്കും. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലുള്ള ഈ കേസ് അത് സുകുമാരക്കുറുപ്പ് മരിച്ചുവെന്ന നിഗമനത്തിൽ അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ സൈബർ വിദഗ്ധൻ പുറത്തുവിടുന്നത്. സൈബർ വിദഗ്ധൻ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രൂണയിൽ ഒളിച്ചു താമസിക്കുന്നു സുകുമാരക്കുറുപ്പ് എന്നാണ് വാദം. ഏതായാലും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ക്രൈംബ്രാഞ്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ സൈബർ വിദഗ്ധരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. AI ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിലെ വ്യക്തി, ആ വയോധികൻ, അതാണ് സുകുമാരക്കുറുപ്പ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഈ സൈബർ വിദഗ്ധനുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ തന്നെ കൈവശമുണ്ട് എന്ന അവകാശവാദവും സൈബർ വിദഗ്ധന്റെ ഭാഗത്തുണ്ട്. പ്രത്യേകിച്ച് സുകുമാരക്കുറുപ്പിന്റെ കുടുംബാംഗങ്ങളുമായി, ഭാര്യ ഉൾപ്പെടെയുള്ളവരുമായി ഈ വ്യക്തി, ഈ ബ്രൂണയിലുള്ള ആ വയോധികൻ, ചിത്രത്തിലുള്ള വയോധികൻ പലവട്ടങ്ങൾ സംസാരിച്ചു, ആശയവിനിമയം നടത്തി, അതിന്റെ തെളിവുകൾ തന്നെ കൈവശമുണ്ട് എന്ന വാദമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ഈ സൈബർ വിദഗ്ധരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാകും അടുത്ത നടപടികളിലേക്ക് പോകുക. സ്വാഭാവികമായും ഇന്റർപോളിന്റെ സഹായം വേണ്ടി വരും. ഈ വ്യക്തിയെ കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടി വരും. അതിനുശേഷം ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് സുകുമാരക്കുറുപ്പാണോ എന്ന് തെളിയിക്കേണ്ടി വരും. അത് വലിയ ഉത്തരവാദിത്തമാണ്. അത്ര എളുപ്പത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് തെളിയിക്കുക സാധിക്കില്ല. എന്നാൽ പോലും അതിന്റെ ആ ശ്രമത്തിന് തുടക്കമായി കഴിഞ്ഞു. പഴയ ഫയലുകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാകും മറ്റു നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക.